ചെയ്യാനാ? ഈ മുറ്റത്ത് കൊടിയും പിടിച്ചുകൊണ്ട് നിന്ന് ലാലിച്ചിനെതിരെ മുദ്രാവാക്യം വിളിക്കോ? അതൊന്നുമല്ല, ഞാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ. അടുത്ത തവണ നമുക്ക് ഒന്നിച്ച് വേണം തറവാട്ടിലോട്ട് പോകാൻ. നിനക്ക് നിന്റെ അപ്പന്റെ തറവാട് കാണണ്ടേ? ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കാലം ഉറപ്പിച്ചോട്ടെ, എന്നിട്ട് മതി. ശരി, എന്നാ ഞാൻ പോട്ടെ മോളെ. അല്ലപ്പാ, വയസ്സ് വരാം. എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം കേട്ടോടാ. ഓ പോട്ടെ മോളെ. പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ശരി മോളെ. അച്ഛൻ ഉറങ്ങിയായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, ഞാൻ ആ ബാൽക്കണി കൂടെ വെറുതെ നടക്കായിരുന്നു. അച്ഛന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? വലിയ മാറ്റം വരാൻ ഒരുപാട് ദിവസങ്ങളൊന്നും ആയില്ലല്ലോ. മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോന്ന് അറിയാനാ ചോദിക്കുന്നേ. ആ, അതൊക്കെ ഇങ്ങനെ ഒരു വിധത്തിൽ നടന്നു പോകുന്നു. എനിക്കാണെങ്കിൽ ഞാൻ അവിടുന്ന് പോന്നിട്ട് ഒരുപാട് ദിവസമായതുപോലെ തോന്നുക. ഇവിടെ നേരെ മറിച്ച, ഇന്നലെ നീ ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. അവിടെ എങ്ങനെയുണ്ട് പോണ നിന്റെ കാര്യങ്ങൾ? പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ലല്ലോ. അതാണൊരു കുഴപ്പം, എനിക്കൊന്നും ചെയ്യാനില്ല. ആ, സാരമില്ല, കുറേ ജോലികൾ ചെയ്തതല്ലേ ഇവിടെ. ഇനി കുറച്ച് നാൾ റെസ്റ്റ് എടുക്ക്. ഇതിന്റെ പേര് റെസ്റ്റ് ഒന്നൊന്നുമല്ല, വേറെന്തുവാ. എന്നെ കൊണ്ടുവന്നൊരു വലിയ കൂട്ടിലിട്ടിരിക്കുന്ന പോലെയാ. കേരളമായിട്ട് ഇണങ്ങിയില്ലേ? അവിടെ അച്ഛന്റെ അടുത്ത് എനിക്ക് എപ്പോ വേണമെങ്കിലും വരാം, എന്റെ വിഷമങ്ങളെല്ലാം പറയാം. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അങ്ങനൊന്നുമില്ല. എന്നെ ഇഷ്ടമൊക്കെയാ, ചോദിക്കുന്ന എല്ലാം തരും. പക്ഷെ കേണലിന് ഭയങ്കര കമാൻഡിങ് പവറാ, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. എല്ലാവരോടും അങ്ങനെയാണോ? ആ, കേണലിന്റെ പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അവര് തമ്മില് വലിയ ചങ്ങാതിമാരെ പോലെ. ഈ മദ്യം കഴിക്കാൻ കമ്പനി കൂടുന്നവരുടെ ഒരു കൂട്ടുണ്ടല്ലോ, അതുപോലെ. ഞാനും 2 ഗ്ലാസ് ബ്രാൻഡി കുടിക്കാൻ റെഡി ആണെങ്കിൽ എനിക്ക് കേണലുമായിട്ട് കുറച്ചുകൂടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നന്നായി. ആ കള്ളുകൂടി എങ്ങനെ നിർത്തിക്കാന്ന് ഞാൻ അവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. സ്റ്റാൻലി ജോസഫ് അത്ര പെട്ടെന്ന് വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടതല്ലേ കേണലിന്റെ കുടി. ഞാൻ ചെന്നപ്പോ മുതൽ തിരിച്ചു പോരുന്നു വരെ ഒരു കയ്യില് മദ്യചഷകം, മറ്റേ കയ്യില് ധൂമകേതു. അത് ഞാനൊരു അലങ്കാരത്തിന് വെച്ച് നൽകിയതല്ലേ. പക്ഷെ നീ സൂക്ഷിച്ചോ, കേണലിന്റെ ശ്വാസകോശവും കേണലിന്റെ കരളും ഇപ്പൊ പിടിച്ചില്ലേ കിട്ടത്തില്ല. അച്ഛൻ എന്നെ പേടിപ്പിക്കല്ലേ. നിന്നെ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ലടി, പക്ഷെ ജാഗ്രത വേണം. ഈ കുടിയന്മാർക്ക് ഒരു മൂഢവിശ്വാസം. അവരുടെ കിഡ്നിയും ലിവറും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാം അങ്ങ് താങ്ങിക്കൊള്ളുന്നു. സ്റ്റാൻലി പപ്പ കുടിയനല്ലെന്നാ വല്യപ്പച്ചൻ പോലും പറയുന്നത്. ചുമ്മാ സിപ്പ് ചെയ്യുന്നുള്ളത്ര. പക്ഷെ ഇവിടെ കൂട്ടിയിട്ടേക്കുന്ന കാലിക്കുപ്പികൾ കണ്ടാ നമ്മൾ ഞെട്ടിപ്പോവും. വല്യപ്പച്ചനോട് നല്ല എളുപ്പത്തിലായോ മോള്? വല്യപ്പച്ചന് എന്നെ വലിയ ഇഷ്ടം. ഞങ്ങൾ രണ്ടും സെറ്റായി. കേണലിന്റെ കൂടെയുള്ള കുടിയൊക്കെ നിർത്തി. പക്ഷെ വല്യപ്പച്ചൻ പറഞ്ഞാലൊന്നും കേണല് കേക്കില്ല. നീ ഒന്ന് പിടിച്ചു നോക്ക്, നിന്നെ കൊണ്ട് പറ്റൂടി. ഞാനുമായിട്ട് മിക്കപ്പോഴും വഴക്കാം. ഇവിടുത്തെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടരുതെന്നാ കേണലിന്റെ ഓർഡർ.
ഇവിടെ ഒരു വീട് മുഴുവൻ നോക്കി നിർത്തിയിട്ട് അവിടെ ചെന്ന് ചുമ്മാ ഇരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അതെനിക്കറിയാം. കീണൽ ഇടയ്ക്ക് മരിക്കുകയാണല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ആർക്കും ഇല്ല അല്ലേ? അതാണ് പ്രശ്നം. ഭാര്യയും മക്കളെയും അഞ്ചലെന്ന സ്ഥലത്ത് വീടെടുത്തു കൊടുത്ത് താമസിപ്പിച്ചേക്കോ. എന്തിനാണെന്ന് അറിയാവോ? കേണലിന്റെ ജീവിതത്തിലോട്ട് തലയിടാതിരിക്കാൻ. ഇവിടെയാണെങ്കിൽ കുറെ ജോലിക്കാരുണ്ട്. കണ്ണുമാരും അഹങ്കാരികളോ. സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടത്തെക്കാൾ അവിടെ 4 ഇരട്ടി പണിയുണ്ട് അല്ലേ? ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണ്ടേ? എന്നെ കൊണ്ട് പറ്റുമെന്നാ സംശയം. കേണൽ ഒരിടത്തും തൊടാൻ സമ്മതിക്കത്തില്ലെന്നേ. ഭയങ്കര ദേഷ്യം. അവളെ നീ ചെയ്യാനുള്ളതൊക്കെ ഇപ്പോഴേ ചെയ്തോളാം. നിന്റെ കേണൽ അവിടെ ഒരു ഒറ്റയാനാണെന്നാണ് എന്റെ ഒരു ഊഹം. കേണലൊന്ന് വീണുപോയാ ബാക്കി എല്ലാരും കൂടെ വന്ന് നിന്നെ അവിടുന്ന് തൂക്കിയെറിയും. അതുകൊണ്ടാ പറഞ്ഞത്, പിടിക്കേണ്ടിടത്തെല്ലാം ഇപ്പോഴേ പിടി മുറിക്കണം. പറ്റില്ലെങ്കിൽ നീ ഇങ്ങോട്ട് തിരിച്ചു പോരെ. ഇവിടെ നിനക്ക് ഒരു ശത്രുവല്ലേ ഉള്ളൂ. അത് പിന്നെ പെറ്റമ്മയാണെന്ന് ഓർത്ത് സമാധാനിക്കാം. അല്ലടി, ഞാൻ പറയായിരുന്നു, നമ്മളെല്ലാം നോക്കണ്ടേ. മാഡം തിരിച്ചു വന്നിട്ട് എങ്ങനെയുണ്ട് അച്ഛാ? കൊറേ അടി കിട്ടിയതല്ലേ? അതിന്റെ ഒരു ക്ഷമയും വീണ്ടും വിചാരമൊക്കെ ഉണ്ടോ? അടി കിട്ടിയിട്ട് വന്നോളെ പോലെ അല്ല, അടി കൊടുത്തിട്ട് വന്നോളെ പോലെ. തോറ്റു വന്നോളല്ല, ജയിച്ചു വന്നോളെന്നാണ് ഭാവം. അച്ഛൻ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിച്ച് അവഗണിച്ചേക്കണേ. ഈ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഗ്രനേഡ് എന്നാണ് അതിന്റെ പേര്. പണ്ടതിന് കൈബോംബെന്നൊക്കെ പറയും. എന്റെ സ്റ്റാൻലി പപ്പയോട് ചോദിച്ചാൽ അറിയാം. അതിന്റെ പിന്നിങ്ങനെ ഊരിക്കഴിഞ്ഞാൽ അത് പൊട്ടും. ഞാനതിന്റെ പിന്നൂരി കയ്യിലിങ്ങനെ വച്ചേക്കുക. പിന്നൂരിയ സ്ഥാനത്ത് നിന്ന് വിരളൊന്നും മാറ്റിയാൽ മതി. ആ നിമിഷം ഇവിടെ ഒരു ഉഗ്രസ്ഫോടനം നടക്കും. അത് ഇന്ന് വേണോ നാളെ വേണോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അച്ഛാ പ്ലീസ് ഒന്നും ചെയ്യല്ലേ. ഇത്തിരിയും കൂടെ ക്ഷമിക്ക. എന്നെ ഓർത്ത്, അച്ഛന്റെ മക്കളെ ഓർത്ത്. നിന്നെ എന്റെ മക്കളെ ഓർത്ത് മാത്രമാ ഞാനിങ്ങനെ ഓരോ ദിവസവും തള്ളിവിടുന്നത്. പക്ഷെ എത്ര ദിവസം ഇങ്ങനെ പോകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അച്ഛാ ഞാനല്ലേ പറയുന്നേ, അച്ഛന് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. ശരി, നീ ഇപ്പൊ തൽക്കാലം ഫോൺ വെച്ചോ. എന്റെ മോഡ് പോയി. അച്ഛാ പ്ലീസ്. നീ വെച്ചോ മോളെ, ഞാൻ പിന്നെ വിളിച്ചോളാം. പട്ടിയെല്ലാം കൂട്ടിലാണോ എന്റെ പാ? അതെ. ഒരെണ്ണം പുള്ളി വീട്ടിനകത്തില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല, ഇപ്പോഴെല്ലാത്തിനെയും കൂട്ടി കയറ്റിയത്. ഇറങ്ങ. ഇങ്ങോടി വാ, പുറകിന് പറ്റി വരുന്നുണ്ട്. പേടിച്ചു പോയേ. നീ അവിടെ അടങ്ങി നിൽക്ക. എന്നാ ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ടോണ്ട. എന്റെ കൊച്ചെ ഇറങ്ങി വാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ആണല്ലോ, വെറുതെ പറഞ്ഞതല്ലേ? അതെ.
മോളെ. ആ എഴുന്നേക്കാം. സ്റ്റാൻലി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. മറ്റേ പെണ്ണുണ്ടോ? എങ്ങാണ്ടെന്ന് മലവെള്ളത്തിൽ ഒഴുകി വന്നവള്. അവളുടെ പേരെന്നതാ? അലീന. ഇതൊക്കെ എവിടുന്ന് വരുന്ന എന്റെപ്പാ? ഇത്ര നാൾ എവിടെയായിരുന്നു? എനിക്കൊന്നും അറിയാൻ മേല റീതാമ്മ ചേച്ചി. നീ പിന്നെ എന്നാത്തിനാ സ്റ്റാൻലിയുടെ ഓർഡറിലെന്ന് പറഞ്ഞ് നടക്കുന്നേ? നിന്നെ കൊണ്ടൊന്നും ഒരു വകയ്ക്ക് കൊള്ളത്തില്ലല്ലോ. ഇതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ കേരള സാബിനോട് നേരിട്ട് ചോദിക്കും. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. അതെ, ചോദിക്കും. ചോദിക്കാൻ വേണ്ടി തന്നെയാ വന്നിരിക്കുന്നത്. എന്നകത്തോട്ട് ചെന്നാട്ടെ. മോള് വാ, എഴുന്നേക്ക്. നോക്ക്, പപ്പയെ കണ്ടേ? കാണണം കാണണം. എവിടെയാ? വാ. Come in. ആരാ വന്നത്? റീതാമ്മ ചേച്ചിയും തെൽസമോളും. എന്താ കാര്യം എന്ന് പറഞ്ഞു? സാബിനെ കാണണമെന്നും. ആ വരട്ടെ. കേറി വാ. ഹായ് പപ്പ. നിനക്ക് സുഖാണോ മോളെ? ഒരു സുഖവും ഇല്ല. എനിക്ക് അവിടെ ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ മതിയായിരുന്നു. മോളെ ഇങ്ങോട്ട് വാ, ഇവിടെ താമസിക്കാം. മമ്മി വിടത്തില്ല. തീത്താമച്ചിക്ക് ഒരു ഗ്ലാസ് തരട്ടെ? മോളെ, നീ കളിക്കാൻ നിൽക്കാൻ ഇങ്ങോട്ട് വാ. ആർക്കും വേണ്ട അല്ലേ? റീതാമ്മ നിൽക്കണമെന്നില്ല, വേണമെങ്കിൽ ഇരിക്കും. പട്ടികൾ ഇരിക്കാറുള്ള കസേരയും സോഫയല്ലേ? അന്തസ്സുള്ള പട്ടികളാ. ഞങ്ങളുടെ വീട്ടിലെ പട്ടികള് എത്ര ഉയർന്നാലും മനുഷ്യന്റെ അത്ര അന്തസ് ഒരിക്കലും അവറ്റയ്ക്ക് കിട്ടത്തില്ല. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ പട്ടികളെക്കാൾ താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരാ സ്റ്റാൻലി തരം താഴ്ന്നത്? ഞാനൊരു വിവരം അറിഞ്ഞിട്ട് കുറെ ദിവസമായി. അതേക്കുറിച്ച് ചോദിക്കാനാ ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റാൻലി ഇവിടെ ഏതൊരുത്തെ കൊണ്ട് താമസിപ്പിച്ചതായിട്ട് അറിഞ്ഞു. റെഡി. മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എന്റെ മുന്നിൽ വന്നൊരു അക്ഷരം മിണ്ടരുത്. മര്യാദക്കേട് കാണിക്കുന്നതിന് ഒരു കുറ്റവും ഇല്ലേ സ്റ്റാൻലി? ഞാൻ എന്ത് മര്യാദകേട് കാണിച്ചു? സ്റ്റാൻലി ഇവിടെ ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചിട്ടില്ലേ? ആരാ അവള്? എന്റെ മകൾ. സ്റ്റാൻലിക്ക് മക്കൾ എത്ര പേരുണ്ട്? എനിക്കിപ്പോ 4 മക്കളുണ്ട്. ഒരെണ്ണം എവിടുന്ന് വന്നു? എന്റെ അനുജത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയാവൂ. എൽസമ്മയല്ലാതെ സ്റ്റാൻലി ഇതുവരെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചതായി നാളെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. കല്യാണം കഴിക്കാതെയും മക്കളുണ്ടാകും. എൽസമയല്ലാതെ വേറൊരു പെണ്ണ് സ്റ്റാൻലിയുടെ മകളെ പ്രസവിച്ചിരുന്ന വ്യക്തിയാ മതി. അതെവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴികക്ക് 40 വട്ടം കൊട്ടാരമറ്റത്തുകാരുടെ അന്തസ് വിളംബരം ചെയ്യുന്നവരാണല്ലോ സ്റ്റാൻലിയും സ്റ്റാൻലിയുടെ അപ്പൻ ഔതക്കുട്ടിയും. കല്യാണം കഴിക്കാതെ അന്യ സ്ത്രീകളിൽ മക്കളെ സൃഷ്ടിക്കുന്നതാണോ കൊട്ടാരമറ്റത്തുകാരുടെ അന്തസ്? വലിയ ഡയലോഗ് അടിച്ച് എന്നെ ഉത്തരം മുട്ടിക്കാമെന്ന് കരുതണ്ട. അതിന് മനസ്സിൽ വെച്ചാൽ മതി. അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട പോലെ ചോദിച്ചാ പറയേണ്ട പോലെ മറുപടി പറയും. ഇല്ലെങ്കിൽ ഇനി ഒരു അക്ഷരമിണ്ടാതെ പോയിക്കൊള്ളണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാ മതി. ഞങ്ങൾ ആരും അറിയാത്തൊരു മകൾ സ്റ്റാൻലിക്ക് എങ്ങനെ ഉണ്ടായി? എക്സബയുടെ കാര്യത്തിലല്ലേ സ്റ്റാൻലി താലി കിട്ടിയത്?
എന്നിട്ട് മറ്റൊരു സ്ത്രീ സ്റ്റാൻലിയുടെ മകളെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇതല്ലാതെ ഇനിയും മക്കൾ വരാനുണ്ടോ? വേറെ സ്ത്രീകൾ സ്റ്റാൻലിയുടെ മക്കളെ പ്രസവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഡസൻ മക്കളും കൂടി ഇനി വരാനുണ്ട്. എന്നെ നിങ്ങൾക്ക് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? ഇതൊന്നും അന്തസ്സുള്ള മറുപടിയല്ല. അന്തസ്സുള്ള സ്ത്രീകൾ മാന്യമായിട്ട് ചോദിച്ചാൽ കൃത്യമായ മറുപടി കിട്ടും. സ്റ്റാൻലിക്ക് ഇതുവരെ ഇല്ലാതിരുന്നൊരു മകൾ ഇപ്പൊ എവിടുന്ന് വന്നു എന്നാ എന്റെ ചോദ്യം. അത് എനിക്ക് പണ്ട് ലവ് അഫെയർ ഉണ്ടായിരുന്നു. അതിൽ ജനിച്ച കുട്ടിയാ. എങ്കിൽ പിന്നെ എന്തിന് എന്റെ അനുജത്തിലെ ജീവിതം തൊലച്ചു? ആ മറ്റുള്ളവരുടെ കല്യാണം കഴിച്ച് ജീവിച്ചൂടായിരുന്നു സ്റ്റാൻലിക്ക്. അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ അന്നത് നടന്നില്ല. ഇനി എൽസമ്മയും മക്കളും എന്ത് ചെയ്യണം സ്റ്റാൻലി? അതുകൂടെ അങ്ങ് പറഞ്ഞേക്ക്. അവരെന്ത് ചെയ്യാൻ? ഇതുവരെ ജീവിച്ച പോലെ, ഇപ്പം ജീവിക്കുന്നത് പോലെ ഇനി മുന്നോട്ട് ജീവിക്കണം. അതെവിടെ തന്നെയായോ സ്റ്റാൻലി? അവരെന്തിന് ഈ അപമാനം സഹിക്കണം? ഇവിടെ എല്ലാരും അറിഞ്ഞില്ലേ? സ്റ്റാൻലിയുടെ റിലേറ്റീവ്സ് എല്ലാം അറിഞ്ഞില്ലേ? ഇപ്പൊ അഞ്ചലിന് പറഞ്ഞു. ഇനി നാട് മുഴുവൻ പരക്കും. സ്റ്റാൻലിക്ക് പിഴച്ചുണ്ടായ ഒരു മകളുണ്ടെന്നും അവളെ വിളിച്ചുകൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചിരിക്കുകയാണെന്നും. സത്യം വിളിച്ചു പറയുമ്പോ വായടച്ചു വെക്കാൻ പറയുന്നതാണോ സ്റ്റാൻലി ന്യായം? നാട്ടുകാർ ചോദിച്ച സ്റ്റാൻലിയുടെ ഭാര്യ മക്കളും എന്ത് മറുപടി പറയണം അവരോട്? അതിനൊരു ഉത്തരം പറഞ്ഞതാ. ചോദിക്കുന്നവരോട് പോയി അവിടെ പണി നോക്കാൻ പറയണം. അതാണ് ഉത്തരം. അത് തർക്കത്തിനല്ലേ സ്റ്റാൻലി? ഈ നിൽക്കുന്ന സ്റ്റാൻലിയുടെ മോളല്ലേ? ഇവൾക്ക് ചേച്ചി അനുജനുണ്ടല്ലോ. അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? സ്കൂളിലും കോളേജിലും പോകണ്ടേ? ഇവളുടെ പപ്പയ്ക്ക് പല സ്ത്രീകളുടെ മക്കളോടെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ കളിയാക്കിയാൽ അപമാനം കൊണ്ട് ഇവളുടെ തല കുനിഞ്ഞു പോകത്തില്ലേ? ഇവളുടെ മനസ്സിൽ തട്ടുന്ന മുറിവിന് മറുപരുന്നുണ്ടോ സ്റ്റാൻലി? ഒരു അവിഹിത സന്തതിയുടെ അപ്പനാണെന്നുള്ളത് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ തൊപ്പിയിൽ വയ്ക്കാൻ പറ്റുന്ന തൂവലോ കീർത്തിമുദ്രയോ ഒന്നുമല്ലല്ലോ. യൂണിഫോമിൽ തുന്നിച്ചേർക്കുന്ന മെഡലോ സ്റ്റാറോ ഒന്നുമല്ല. സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബക്കാർക്കും അഭിമാനമാണോ അതോ അപമാനമാണോ? സ്റ്റാൻലി എന്നെ ഒന്ന് പറ. പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുകയും കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു എന്നുള്ള സത്യമാണ്. അവളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അലീന എന്ന മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുമില്ല. ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ആരും കല്യാണം കഴിക്കാതിരിക്കൊന്നുമില്ല. അന്നത്തെ ആ ബന്ധത്തിൽ ഒരു മകൾ ജനിച്ചെന്നു. അവൾ അനാഥാലയത്തിൽ 23 വർഷം കഴിച്ചു കൂട്ടിയെന്നു. ഇപ്പോഴും അനാഥയാണെന്നറിഞ്ഞപ്പോ അവൾക്ക് അഭയം കൊടുക്കേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി. ഞാനത് ചെയ്തു. കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സ്റ്റാൻലി? നിങ്ങളുടെ മക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയാണോ? സ്റ്റാൻലി അവരോട് കൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഒരുത്തി വിളിച്ച് കൂടെ താമസിപ്പിക്കാൻ. സ്റ്റാൻലി എന്തുകൊണ്ട് അത് ചെയ്തില്ല? 24 വർഷം മുമ്പ് നടന്ന സംഗതിയാ. അന്ന് എൽസമ്മ എന്റെ ഭാര്യയായിട്ടില്ല. എനിക്കത് മക്കളും ഉണ്ടായിട്ടില്ല. ആ സംഭവത്തിന് ശേഷം 3 or 4 വർഷം കഴിഞ്ഞ ഞാനും എൽസമ്മയും നമ്മുടെ മാരേജ് നടന്നത്. ഞാൻ അലീനയെ മകളായി സ്വീകരിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ എൽസമ്മയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യട്ടെ.